കേരളത്തിലെ പിണറായി ക്യാബിനറ്റ് നാണം കെട്ട് നാറിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാ തരത്തിലും ഭരണപരാജയം തന്നെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ എല്ലാ വകുപ്പുകളിലും അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനിടയിൽ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം നേതാവായിട്ടുള്ള റോഷി അഗസ്റ്റിൻ തൻ്റെ തടി രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയും ഇടുക്കി സീറ്റ് നിലനിർത്തേണ്ടത് തൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിസ്ഥാനത്തേക്കാൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് MLA സ്ഥാനത്ത് നിലനിൽക്കുക എന്നുള്ളതാണ്. അതിന് ഇടതുപക്ഷവുമായി ചേർന്നാൽ കാര്യമില്ല എന്നുള്ളത് റോഷി അഗസ്റ്റിന് അറിയാം. ഒന്നാമത്തെ കാര്യം ഇടുക്കിയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ MM മണിയും CV വർഗീസും തമ്മിൽ വലിയ രീതിയിലുള്ള പോരാട്ടമാണ്. അവിടെ പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം CV വർഗീസിനോടൊപ്പമാണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. KK ജയചന്ദ്രനായിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഉടലെടുക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. MM മണി ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി കെട്ടുറപ്പോടെയാണ് നീങ്ങിയത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. പാർട്ടിയും അതുപോലെ തന്നെ അതിനകത്തുള്ള പ്രവർത്തകരുമൊക്കെ പല രീതിയിൽ പല അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പൊളിഞ്ഞ് നാറിയിരിക്കുന്ന അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ ഗതികെട്ട അവസ്ഥ ഹൈറേഞ്ചിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത തവണയും ഉടുമ്പൻചോല സീറ്റ് നിലനിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ മണിയാശാന് തന്നെ സംശയമാണ്. എന്നാൽ പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ ലീഡുണ്ട്. താരതമ്യേന കുറവാണെങ്കിൽ പോലും ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായി തന്നെയാണ് മണിയാശാൻ കാണുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിന് മറ്റൊരു വഴിയുമില്ല. PJ ജോസഫിൻ്റെ കാല് പിടിക്കുകയെ നിവർത്തിയുള്ളൂ. PJ ജോസഫിൻ്റെ മുമ്പിൽ ശരണം അഭ്യർത്ഥിച്ച് ചെന്നാൽ, അല്ലെങ്കിൽ ആശ്രയം അഭ്യർത്ഥിച്ച് ചെന്നാൽ കൈവിടില്ല എന്ന ഒരൊറ്റ രീതിയിലേക്കാണ് ഇപ്പോൾ റോഷി നീങ്ങുന്നത്. നമുക്കറിയാം, 2011 മുതൽ 16 വരെ PJ ജോസഫും റോഷിയുമൊക്കെ ഒരു പാർട്ടിയിൽ തന്നെയായിരുന്നു, കേരള കോൺഗ്രസ് എം. അന്ന് എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്താൻ KM മാണി എന്ന രാഷ്ട്രീയ അധികായനുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ജോസ് കെ മാണിയുടെ കൈവശം പാർട്ടി കിട്ടിയപ്പോൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയായി എന്നാണ് പലരും പറയുന്നത്. വാസ്തവത്തിൽ പിച്ച് ചീന്തുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ജോസ് കെ മാണിയെക്കുറിച്ച് പറയുന്നത്. അതായത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും എന്നുള്ളത് സാർത്ഥകമാകുന്ന രീതിയിലാണ് ജോസ് മോൻ്റെ കയ്യിലേക്ക് പാർട്ടി കൊടുത്തത്. പാർട്ടിയെ പിച്ച് ചീന്തി 4 വഴിക്കാക്കാൻ ജോസ് കെ മാണിയെ കൊണ്ട് കഴിഞ്ഞു. ഒരാൾക്കും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ രീതിയോട് താല്പര്യപ്പെടാൻ കഴിയില്ല. ഒടുവിൽ തോമസ് ചാഴിക്കാടൻ തന്നെ പറഞ്ഞു, ഇയാൾ വിചാരിച്ചാൽ പാർട്ടിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല, പാർട്ടിയെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്നില്ല. തെറ്റായ രീതിയിൽ തെറ്റായ മുന്നണി പ്രവേശനം നടത്തിയതിൻ്റെ തിക്തഫലമാണ് താൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത്. നമുക്കറിയാം, ഇതേ തോമസ് ചാഴിക്കാടൻ തന്നെ കഴിഞ്ഞ തവണ UDF പിന്തുണയിൽ 1,10,000 വോട്ടിന് ജയിച്ചതാണ്. എന്നിട്ടാണ് ഇത്തവണ 90,000 വോട്ടിന് നാണം കെട്ട് നാറി തോറ്റത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ ജോസഫിൻ്റെ കാല് പിടിച്ച് തൻ്റെ തടി രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് റോഷി അഗസ്റ്റിൻ. മന്ത്രിസ്ഥാനമൊക്കെ വലിച്ചെറിയാം, പക്ഷേ MLA സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ പാലായിലെ വീട്ടിൽ ചെന്ന് ചൊറിയും കുത്തിയിരിക്കേണ്ടി വരുമെന്ന് റോഷിക്ക് നന്നായി അറിയാം.